വരദാനങ്ങൾ ഏഴും നീ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസത്തിൻ കാറ്റായി നീ ഞങ്ങളിൽ വീശണമേ. വരദാനങ്ങൾ ഏഴും നീ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസത്തിൻ കാറ്റായി നീ ഞങ്ങളിൽ വീശണമേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. ഞാൻ കുന്നംകുളത്ത് ഒരിക്കലൊരു കൺവെൻഷന് പങ്കെടുക്കാൻ ചെന്നപ്പോ അവിടെ ഒരു സ്ത്രീ വന്ന് സംസാരിച്ചു. ആ സ്ത്രീ സംസാരിക്കണമെന്നറിയോ? എനിക്ക് ദൈവം ഭർത്താവിനെയും മക്കളെയൊക്കെ തന്നു. ഭർത്താവിന്റെ കാലയളവ് കഴിഞ്ഞപ്പോ ദൈവം തിരിച്ചെടുത്തു. 3 കുട്ടികളുണ്ടായിരുന്നു. 2 കുട്ടികളെ ചെറുപ്പത്തിലെ അവരുടെ കാലയളവ് കഴിഞ്ഞപ്പോൾ ദൈവം തിരിച്ചെടുത്തു. എനിക്കാരോടും വിരോധമില്ല. എനിക്കിപ്പോൾ സ്നേഹിക്കാൻ ഒരു കുഞ്ഞുണ്ട്. എൻ്റെ ഭർത്താവ് ദൈവപക്കലേക്ക് പോയി, എൻ്റെ 2 മക്കളും പോയി. എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ. അതിനോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ലോകത്തിൽ ഞങ്ങളെപ്പോലെ ജീവിച്ച, ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു സഹോദരിയുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും പിടികിട്ടി ആരാന്ന്? ആ പെണ്ണിന്റെ പേരാണ് ഗ്ലാഡിസ്. ഈ ഗ്ലാഡിസിന്റെ ഭർത്താവിന്റെ പേരാണ് ഗ്രഹാം സ്റ്റെയിൻസ്. മതപീഡകര് തന്റെ ഭർത്താവിനെയും 2 മക്കളെയും ജീപ്പിലിട്ട് കത്തിച്ച് കരിക്കട്ടയാവുന്നത് നോക്കി നിന്ന ഒരു സ്ത്രീയാണ് സംസാരിച്ചത്. ഇന്ന് അവൾക്ക് ഭർത്താവില്ല, 2 കുട്ടികളില്ല. പക്ഷെ അവളുടെ മനസ്സിൽ പറഞ്ഞ വാക്കുകൾ കേട്ടോ നിങ്ങൾ? ദൈവം തന്നു. ജോബ് പറഞ്ഞതുപോലെ ദൈവം തന്നു, എൻ്റെ അല്ല, ദൈവം എടുത്തു. ഒരു വിരോധവും എൻ്റെ ഭർത്താവിനെ കൊന്നവരോടോ എൻ്റെ മക്കളെ ചുട്ടുകരിച്ചവരോടോ എനിക്കില്ല. ഈ ധ്യാനം കഴിയുമ്പോൾ മാതാപിതാക്കളെ, നിങ്ങളുടെ മനസ്സ് എങ്ങനെയായിരിക്കണം? നമ്മുടെ ആരോഗ്യം കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു വരും. ചില രോഗങ്ങളൊക്കെ ഇങ്ങനെ വരും. നമ്മുടെ സൗന്ദര്യം പോവും, നമുക്ക് എഴുതാൻ പറ്റാണ്ടാവും. നിങ്ങൾ ഈ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അവിടെ നിന്ന് മാളിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ബാക്കിലേക്ക് മറച്ചു നോക്കും. എന്താ നോക്കണത് നിങ്ങൾ? എന്താ വില, അല്ലേ? വില നോക്കും. ഓ 55 രൂപ, ഓക്കെ. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചിട്ട് എന്തോ നോക്കും. അതെന്താ നോക്കണേ? എന്താ നോക്കണേ? പറ. എക്സ്പയറി ഡേറ്റ്. ഇതിന്റെ കാലാവധി എത്രയാണെന്ന് നിങ്ങൾ നോക്കും. 2022. ഇതെന്ത് ഇതൊന്നും എനിക്ക് വേണ്ട. 2025, ഓക്കെ, അതെടുക്കാം. അവിടെ വെച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുമ്മലും എക്സ്പയറി ഡേറ്റ് അടിച്ചിട്ടുണ്ടാവും. ഉണ്ടാവോ? നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കിക്കോ. അവിടെ വെച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രല്ല, ഇപ്പോ ഈ പള്ളിയിൽ ബെഞ്ചിൽ ഇരിക്കുന്ന നിങ്ങളുടെ മേത്തൊക്കെ എക്സ്പയറി ഡേറ്റ് അടിച്ചിട്ടുണ്ട്. കൃത്യം എക്സ്പയറി ഡേറ്റ് ആവുമ്പോ ഫാദർ ഡേവിസ് ചെർമൽ എക്സ്പയർഡ് എന്ന് ഇംഗ്ലീഷ് പത്രത്തിൽ വരും. മലയാളം പത്രത്തിൽ ചരമമടഞ്ഞു എന്ന് വരും. എക്സ്പയറി ഡേറ്റ് അടിച്ചിട്ടുണ്ട് നമ്മുടെ മേത്ത്. ആ സമയമാവുമ്പോ പ്രിയമുള്ളവർ, ഒരു 50, 60, 70 വയസ്സായാലേ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഓപ്ഷൻ ഉണ്ട്. എല്ലാത്തിനും ഇപ്പൊ ഓപ്ഷനുള്ള കാലല്ലേ? ഓപ്ഷൻ എ ക്യാൻസർ, ഓപ്ഷൻ ബി കിഡ്നിക്ക് അസുഖം, ഓപ്ഷൻ സി ഹാർട്ട് അറ്റാക്ക്. എന്നിട്ട് മണിക്കുട്ടി ഓടിത്തുടങ്ങും. ഈ മണിക്കുട്ടി ഓടിത്തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഓപ്ഷൻ എ ക്യാൻസർ, ഓപ്ഷൻ ബി കിഡ്നിക്ക് അസുഖം, ഓപ്ഷൻ സി ഹാർട്ട് അറ്റാക്ക്. മണിക്കുട്ടി ഓടിത്തുടങ്ങിയിരിക്കുന്നു. ഏത് പറയൂ? ഏതാണ് ഓപ്ഷൻ?
ഓപ്ഷൻ സി, ഓപ്ഷൻ സി. ഗുരുജി മനസ്സിലാവിടെ നിങ്ങൾക്ക്? ഞാൻ തമാശ എന്നാണ്, ചിലരോട് സീരിയസ് ആയിട്ട്, പിന്നെ നീ സീരിയസ് ആയിട്ടിരുന്നാലും ഗുരുജി വരും. പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ഇന്നലെയുള്ളോ സ്റ്റക്കായത്, ഇന്ന് വിടില്ല, ഇനി വരില്ല, യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. ഞാൻ അച്ഛനായ സമയത്തൊക്കെ ഈ ആദ്യമായിട്ട് ശവടപ്പൊക്കെ, അച്ഛനായിട്ട് ആദ്യമായിട്ട് ശവടപ്പൊക്കെ വരില്ലേ, അപ്പോ ഈ ശവടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫീലിംഗ് ഉള്ള സമയല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു, പാട്ടെന്നൊക്കെ വേണ്ട നെഞ്ച് പൊളീനെ പോലത്തെ പാട്ടുകളാ ആബേലച്ച എഴുതി വെച്ചിട്ട് കേട്ടാ തന്നെ ബോധം പോകും, അതുപോലത്തെ പാട്ടുകളാ. അപ്പോ ഈ പാട്ട് പാടുമ്പോ ഈ ശവടപ്പിൽ പങ്കെടുക്കുന്നവരുടെ മനസ്സിലൊരു മാറ്റം വരട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം ശവടപ്പിനൊക്കെ പുറന്നെടുത്ത് പോയി മറയുന്നേ ക്ഷണഭങ്കുരമാം ലോകവും അതിലേ ജടികാശകളും അക്ഷയരാജ്യം, ഇങ്ങനെ മഞ്ചര ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. അപ്പൊ വിചാരിച്ചൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് അച്ഛനതൊക്കെ കുറെ പാടിമടുത്ത് അച്ഛൻ എന്നെ മൊത്തം കിട്ടും. അപ്പൊ ഞാൻ എന്ത് അച്ഛനെ കാണിക്കാൻ എനിക്ക് മനസ്സിലായില്ല. ഞാനിങ്ങനെ പാടി നീട്ടി നീട്ടി പാടാൻ, ആര് കേൾക്കാനാ? മരിച്ച ആള് കേൾക്കാനല്ല, ഈ കൂടെ നടക്കണ ആൾക്കൊരു ബോധം ഉണ്ടാവട്ടെ, തനിക്കും പോണ്ട വരുന്ന വിചാരിച്ചിട്ട് ഞാൻ നീട്ടി പാടണേ. നീട്ടി പാടുമ്പോണ്ടല്ല എന്റെ ഉപ്പിട്ടീമ പിന്നിൽ നടക്കണ ആൾക്കാരെ തള്ളവിലുള്ളൂ. നീട്ടി പാണ്ട് വേഗം നടക്ക, 5:30 മണിയില് വനന്തരപ്പള്ളിക്ക് പോകാനുള്ളത് നീട്ടി അങ്ങോട്ട് നടന്നു. അത് ശരി, അപ്പൊ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കണില്ല. ഞാൻ പള്ളിയിൽ വന്നപ്പോ വിചാരിച്ചൻ, ഡേവിസേ നീ എന്തിനാണ് കിടന്ന് കാറി പാടണേ? അല്ലച്ചാ ഈ സമയത്ത് ആൾക്കാർ പഠിക്കോ കുറച്ച് കഴിയുമ്പോ നീ നന്നാവുന്നു. ഞാൻ നന്നാവേ. പിന്നെ ഞാൻ കുറേ ശവടപ്പിന് പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചന്മാര് നടക്കണത്. പോയി മറയുന്നേ നടക്കണക്ക ആര് കേക്കണ, ആര് പാടണ്, മനസ്സിലായ? പിന്നെ ഞാനും അങ്ങനെയായി. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തില് ഒരു യാത്രയുണ്ട് നമുക്ക്. ആ യാത്രയുടെ സമയത്ത് നമുക്ക് ഒരു ആകുലത കൊണ്ടാകും, അതുപോലെ നമ്മൾ ജീവിക്കണം. തന്റെ മകനെ ബലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു മോനുള്ളോ കൊണ്ടുപോകുമ്പോഴും അബ്രാഹത്തിന്റെ മനസ്സിന്, വിശ്വാസത്തിന് കേടുവന്നില്ല. നമ്മൾക്ക് എപ്പോഴും പേടി, അയ്യോ അത് പോയി, ഇത് പോയി, ഇത് പോയി, അയ്യോ അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. നിനക്കെല്ലാം തന്നത് ദൈവല്ലേ. നിനക്ക് എത്ര വേണമെങ്കിലും തരാൻ തമ്പുരാന് സാധിക്കും. അബ്രാഹം പോണ വഴിയില് ഇസഹാക്ക് അബ്രാഹത്തിന്റെ മകൻ ചോദിച്ചു, അപ്പാ കത്തിയുണ്ട്, തീയുണ്ട്, വിറകുണ്ട്. ആട്ടിൻകുട്ടി ഇല്ലാട്ടാ. അപ്പ ആട്ടിൻകുട്ടി വേണ്ടേ? അപ്പൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മോനെ, ദൈവം തരും. എന്തോ ഉറപ്പിലാ പറഞ്ഞേ പ്രിയപ്പെട്ടവർ. ആ ഉറപ്പിന്റെ പേരാണ് വിശ്വാസം. ഒരു സാധ്യതയുമില്ല. ആ ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ദൈവം തരണേ? ആ അബ്രാഹത്തിന്റെ സന്തതികളാണ് നമ്മൾ. തമ്പുരാൻ തരും. അവിടെ നിന്ന് തന്നെ വഴി നടത്തും. ഞാൻ ചില വീടുകളിൽ ചെല്ലുമ്പോ അവിടെയൊക്കെ ഇങ്ങനെ വചനം എഴുതി വെച്ചൊരു സങ്കീർത്തനം എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്. കർത്താവിടെ എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. പച്ചയായ മുൾപ്പടങ്ങളിലേക്ക് അവിടെ എല്ലാ ദിവസവും ഒരു കുർബാന, ഇത് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ ഇത് ചെല്ലിയിട്ടാണ് അപ്പനും അമ്മയും കിടക്കുന്നത്. പ്രത്യാശയാണ്. അബ്രാഹം തന്റെ മകനെ ബലിയർപ്പിയെ കൊണ്ടുപോകുമ്പോ എന്തെല്ലാം ആശങ്കകൾ ഉണ്ടാക്കാം. പക്ഷെ അബ്രാഹം പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കണം, ദൈവം തരും. അതൊരു ബന്ധമാണ് പ്രിയമുള്ളവരെ, ബന്ധം. ദൈവം തരും. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്, ദൈവത്തോടുള്ള ബന്ധമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിന്റെ പേരാണ് വിശ്വാസം. ആ ബന്ധത്തിലാണ് അബ്രാഹം പറഞ്ഞത് ഇസ്ഹാക്കിനോട് ദൈവം തരും. ആ ബന്ധത്തിന്റെ പേരിലാണ് ഗ്ലാഡിസ് പറഞ്ഞത് ദൈവം തന്നു. കാലയളവ് കഴിഞ്ഞപ്പോൾ ദൈവം എടുത്തു. ദൈവത്തോടുള്ള ബന്ധമാണ്. നമുക്ക് ആരോടാ പ്രിയമുള്ള ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്? നിങ്ങളുടെ അമ്മയോടാ. ഈ ലോകത്തിൽ നമ്മൾക്ക് ആരോടെ ഇത്തിരി ബന്ധമുള്ളതെന്ന്?
അതാണ് പൗലോസിലെ പറയുക, നീ വിശ്വാസം വഴി യേശു ക്രിസ്തുവിൽ വേരൂന്നിക്കൊണ്ട് നീ ജീവിക്കണം. വിശ്വാസം വഴി യേശു ക്രിസ്തുവിൽ. ഇനി നമ്മൾ പൂർവ്വ യൗസേപ്പിന്റെ കഥ നമ്മളിവിടെ ഇന്നലെ സംസാരിച്ചു. പൂർവ്വ യൗസേപ്പ്, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ, നിങ്ങൾ എന്തിനാ കിടന്ന് പേടിക്കണേ എന്ന് ഔസേപ്പ് എങ്ങനെ പറഞ്ഞു? തന്നെ കൊല്ലാൻ വേണ്ടി കിണറ്റിലേക്ക് തട്ടിയിട്ടു. 30 വെള്ളിക്കാശിനെ തന്നെ ഈജിപ്തിലേക്ക് അടിമയായി വിറ്റു. എന്നിട്ടും ഔസേപ്പിന്റെ നാവിൽ നിന്ന് വാക്കെന്താ? ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ? അല്ല. നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇതാണ് മാതാപിതാക്കളെ, ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പറയും. ഞാൻ മറ്റൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിലാണ് ഈ യാക്കോബ് ഏസാവിനെ കണ്ടുമുട്ടുന്നത്, ചേട്ടനെ കണ്ടുമുട്ടുന്നത്. 33-ാമത്തെ അധ്യായം. അവൻ അവരുടെ മുമ്പേ നടന്നു. യാക്കോബ് സഹോദരന്റെ അടുത്തെത്തുവോളം, ശ്രദ്ധിച്ച് കേക്ക്, 7 തവണ നിലം മുട്ടെ താണു വണങ്ങി ചേട്ടന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ, ചേട്ടൻ ഏസാവാകട്ടെ ഓടിച്ചെന്ന് തന്റെ അനുജനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇരുവരും കരഞ്ഞു. രണ്ടുപേരും കരഞ്ഞു. ഏസാവ് തലയുയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു. ചേട്ടൻ ചോദിച്ചു, യാക്കോബേ, നിന്റെ കൂടെ കാണുന്ന ഇവരൊക്കെ ആരാടാ? കൂടെ കാണുന്ന ഇവരൊക്കെ ആരാണ്? യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ ദാസന് ദൈവം കനിഞ്ഞു നൽകിയ മക്കളാണ്. ആ വാക്കുകൾ കേട്ടോ നിങ്ങള്. ഒരു ഗ്ലാസ് പായസത്തിന് ചേട്ടന്റെ അനുഗ്രഹം അടിച്ചു മാറ്റിപ്പോയ യാക്കോബല്ല ഇപ്പോ അങ്ങയുടെ ദാസന് ദൈവം കനിഞ്ഞു നൽകിയ മക്കളാണ് ഇവരെല്ലാം. ഏസാവ് ചോദിച്ചു, ഞാൻ വഴിയിൽ കണ്ട ഈ കന്നുകാലി കൂട്ടങ്ങൾ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറേ കന്നുകാലികൾ കൊണ്ടിരിക്കുക. യാക്കോബ് പറഞ്ഞു, എന്റെ യജമാനനായ അങ്ങയുടെ പ്രീതി നേടുക. എന്റെ യജമാനൻ, ഇവനെയാണ് പറ്റിച്ചു പോകുന്നത് ചേട്ടനെ. ഇപ്പൊ പറയുന്ന വാക്കുകൾ കണ്ടോ? എന്റെ യജമാനനായ അങ്ങയുടെ പ്രീതി നേടാൻ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഏസാവ് പറഞ്ഞു, സഹോദരാ, എനിക്കിതെല്ലാം വേണ്ടത്ര ഉണ്ടാ, നിന്റേത് നീ തന്നെ എടുത്തോ, എനിക്ക് വേണ്ട. അപ്പൊ യാക്കോബ് അപേക്ഷിക്കുകയാണ്, അങ്ങനെ പറയരുത്. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനങ്ങൾ സ്വീകരിക്കണം. ഇനിത്തെ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ദൈവത്തിന്റെ മുഖം കണ്ടതുപോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. എന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ മുഖം കണ്ടതുപോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കാണുന്നത്. സഹോദരങ്ങളെ, യാക്കോബ് ഇതിനുശേഷം കുറെ ദുരിതങ്ങൾ അനുഭവിച്ചു. യാക്കോബ്, അതായത് ഈ മക്കളുണ്ടല്ലോ, ഈ മക്കൾ ഒരു സ്ഥലത്ത് ചെന്നു. അപ്പൊ അവൾക്ക് ഒരു പെൺകുട്ടിയുണ്ട്. ഈ യാക്കോബ് ഒരു പെൺകുട്ടിയുണ്ട്. ശെഖേം എന്ന രാജ്യത്ത് ചെന്നപ്പോ ആ പെൺകുട്ടിയെ ആ രാജ്യത്തിലെ അവിടുത്തെ രാജാവിന്റെ മകന് ഇഷ്ടായിട്ട് പ്രഭുകുമാരൻ എന്ത് ചെയ്തു? ശെഖേം എന്ന് പറയുന്ന പ്രഭുകുമാരൻ ഈ പെണ്ണിനെ പിടിച്ചാ കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഈ അപ്പന്റെ ഏക മകളുടെ കാര്യമാണ് പറയണേ. എങ്ങനെയുണ്ട്? ചേട്ടനെ ചതിച്ച അനുഗ്രഹം നേടിയ ഈ അപ്പന്റെ അഭിനയിച്ചു. ഇത് കേട്ട ഉടനെ തന്നെ ഈ ആമ്പിള്ളേരെല്ലാവരും കൂടി ഞങ്ങൾ തല്ലും കൊല്ലും, ആകെ ബഹളമായി. അങ്ങനെ മക്കളെയൊക്കെ ഒരുവിധം വിഷമിക്കാണ്ടൊക്കെ അപ്പോഴേക്കും ഈ ശെഖേമിന്റെ രാജാവ് ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനൊരു തെറ്റുപറ്റി, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങളുടെ മകളെ എൻ്റെ മോൻ കല്യാണം കഴിച്ചോളാന്ന്. അപ്പോ യാക്കോബ് പറഞ്ഞു, മക്കളെ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചല്ലോ, അപ്പോൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട്
അപ്പൊ നമ്മൾ അത് പറ്റില്ല. എന്തത്? അങ്ങനെ കല്യാണം കഴിക്കണമെങ്കിൽ അവൻ പരിച്ഛേദനം നടത്തണം. ആര്? ഈ ചെക്കനെ പരിച്ഛേദനം നടത്തണം. ചെക്കൻ മാത്രല്ല, ആ രാജ്യത്തിലെ രാജാവും അവിടെയുള്ള എല്ലാ ആണുങ്ങളും പരിച്ഛേദനം നടത്തിയാലേ ഞങ്ങളുടെ പെങ്ങളെ തരുള്ളൂ എന്ന്. യാക്കോബ് പറഞ്ഞു, എന്തിനാ മക്കൾ ഇങ്ങനെ? അത് പറ്റിയപ്പാ, അത് പറ്റില്ല. അപ്പൊ ഈ രാജാവ് പറഞ്ഞു, അല്ലതിപ്പോ അല്ല, എന്റെ മക്കൾ ഇങ്ങനെ പറയണത്. ശരി, അങ്ങനെ രാജാവ് സമ്മതിച്ച്, ആ രാജാവും നിങ്ങൾ ആലോചിച്ച് നോക്ക്, മോൻ കല്യാണം കഴിക്കുന്നതിന് ഈ അപ്പനെ എന്തൊക്കെ, രാജാവും ആ വംശത്തിലെ എല്ലാ ആണുങ്ങളെയും ഇവരെന്നെ ചെന്ന് പരിച്ഛേദനം നടത്തി. ആ രാത്രി എല്ലാവരും വേദനിച്ച് ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഈ യാക്കോബിന്റെ മക്കൾ എന്താ ചെയ്തെന്നറിയോ? എല്ലാ പന്തം കുന്തം വാളായിട്ട് ആ രാജ്യത്തെ ആ കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള പുരുഷന്മാരെയൊക്കെ കൊന്ന് ഈ സ്ത്രീകളെയൊക്കെ കുട്ടികളൊക്കെ പിടിച്ചിങ്ങനെ കൊണ്ടുവന്ന് സ്വത്തൊക്കെ കൊള്ളയടിച്ചു. ഒരപ്പൻ എന്തോരം വേദനിക്കുന്ന ആലോചിക്കുന്നു. യാക്കോബ്, എന്റെ മക്കൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവിടെ നിന്ന് ഓടിപ്പോയി യാക്കോബ്. ഞാൻ പറഞ്ഞില്ലേ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഓർക്കണം, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് കൊടുത്തിട്ടാ പോണത്? സ്വത്തല്ല കൊടുത്തിട്ട് പോണ്ടത്. അപ്പൻ അമ്മയുടെയും ജീവിതം, തമ്പുരാന് പ്രീതിയുള്ള ഒരു ജീവിതമാണ് മോനെ അപ്പൻ അമ്മ നയിച്ചത്. അതിന്റെ അനുഗ്രഹം നിനക്കുണ്ടാകും. മക്കളുടെ തലയിൽ കൈവച്ച് നമ്മൾ ജീവിതത്തിൽ അബ്രാഹാം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കുവാൻ അനുഗ്രഹത്തിന്റെ ഉറവയായി തീരണം മാതാപിതാക്കളെ നിങ്ങൾ. നമ്മുടെ വിചാരം കുറച്ച് കാശുണ്ടാക്കി പിള്ളേർക്ക് കൊടുത്താൽ പിള്ളേർ നമ്മളെ സ്നേഹിക്കില്ല. പണം കൊടുത്തിട്ട് മക്കളുടെ സ്നേഹം കിട്ടാമെന്ന് കരുതണ്ട. സമ്പത്ത്, വീട്, പഠിപ്പ് ഇതൊക്കെ കൊടുത്താൽ പിള്ളേർ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് മാതാപിതാക്കളെ. അവരിത് കിട്ടിയതും കൊണ്ട് അവര് നാടുവിടും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക. ഒരമ്മ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്റെ മോനെ കൂടുതൽ സ്നേഹിച്ചു പോയി അച്ഛാ. കൂടുതൽ സ്നേഹിക്കാൻ പാടില്ല. ദൈവത്തെക്കാൾ ഉപരി സ്നേഹിക്കാൻ പാടില്ല. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ദൈവമേ, നിന്നേക്കാൾ കൂടുതൽ ഈ ലോകത്തുള്ള വസ്തുക്കളെയും ഞങ്ങൾ സ്നേഹിച്ചു. എന്നാൽ ഞങ്ങൾ സ്നേഹിച്ച ലോകവും സ്നേഹിച്ച മനുഷ്യരും സ്നേഹിച്ച വസ്തുക്കളും ഞങ്ങൾക്ക് വിട്ടുപോകേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്നു. എന്നാൽ എല്ലാറ്റുപരി ദൈവത്തെ സ്നേഹിച്ച മനുഷ്യനെ ഈ ലോകം വിട്ടുപോകുമ്പോൾ ഒരു ദുഃഖവുമില്ല. കാരണം ഞാൻ സ്നേഹിച്ചവന്റെ പക്കലേക്കാണ് ഞാൻ പോകുന്നത്. ഒരു സ്ത്രീയുടെ സ്നേഹത്തിന് വേണ്ടിയല്ല മാതാപിതാക്കൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അവൾക്ക് രോഗം വരും, അവൾക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഒരു പുരുഷന്റെ സമ്പത്തിനോ സ്നേഹത്തിനോ വേണ്ടിയല്ല മകളെ നീ ജീവിക്കേണ്ടത്. അവന് വയ്യാണ്ടാവും, പ്രായമാകും, സ്വത്തില്ലാണ്ടാകും. നീ സ്നേഹിക്കുന്നതെല്ലാം കർത്താവിന് വേണ്ടിയാണ്. എന്റെ ഭർത്താവിനെ ഞാൻ ശുശ്രൂഷിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. യേശയ്യായുടെ പുസ്തകത്തിലെ ഒരു സംഭവം ഞാന് ദുബായിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോ ഒരു അമ്മച്ചി എന്നോട്, ഒരു അച്ഛന്റെ അമ്മ, മാർത്തോമ സംഘത്തിലൊരു അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ഇന്ന് വരെ കേൾക്കാത്തൊരു കാര്യം ഞാൻ കേട്ടു. കണ്ണുകളടച്ച് അച്ഛൻ ആ ഭാഗം നിങ്ങളോട് വായിക്കാം. എന്താണ്? യേശയ്യായുടെ പുസ്തകത്തിലെ 54-ാമത്തെ അധ്യായം തുറന്നിട്ട് ആ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ വചനം വായിച്ചു നോക്ക്. എന്റെ ഭർത്താവ് മരിച്ചു പോയപ്പോൾ എന്റെ മകൻ അച്ഛനാണ്, എനിക്കൊരു മോനുള്ളൂ. ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞു. ഇനി എനിക്ക് എന്റെ ഭർത്താവ് എന്ന് പറയാൻ ആരുമില്ലല്ലോ. ഞാൻ ബൈബിള് പല പ്രാവശ്യം വായിച്ചു അച്ഛ, മുഴുവൻ. കർത്താവ് എനിക്കൊരു വചനം തന്നു. യേശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 5-ാമത്തെ വചനം, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. കറക്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുക. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. പ്രിയമുള്ള മാതാപിതാക്കളെ, ആരെ നിങ്ങൾ സ്നേഹിച്ചാലും അത് ദൈവത്തെ പ്രതിയാണെങ്കിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകില്ല. അത് വെറും ലൗകിക സ്നേഹമാണെങ്കിൽ അത് വേർപിരിയാൻ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും. അബ്രാഹത്തിന് ഇസ്ഹാക്കിനോട് പൊരിഞ്ഞ സ്നേഹമായിരുന്നു. പക്ഷേ ഇസ്ഹാക്കിനേക്കാൾ കൂടുതൽ ഇസ്ഹാക്കിനെ തന്ന ദൈവത്തോടായിരുന്നു. ദൈവത്തിലായിരുന്നു വിശ്വാസം.
യേശുവേ, അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ നിന്റെ ആത്മാവിനെ അയക്കണമേ. നിന്റെ അരൂപി അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ. അവരെ വളർത്തുന്നതും നയിക്കുന്നതും ജീവിപ്പിക്കുന്നതും അങ്ങാണെന്നും അങ്ങയിലാണ് ജീവിതത്തിന്റെ എല്ലാ ആശ്രയം വെക്കേണ്ടതെന്നും അങ്ങയുടെ വചനത്തിന്റെ വഴിയിലൂടെ ജീവിക്കേണ്ടതെന്നും ഇവരെ ബോധ്യപ്പെടുത്തണമേ. അമ്മേ മാതാവേ, വചനം ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഉദരത്തിൽ ഗർഭം ധരിക്കുകയും വചനം മാംസമാകാൻ വിട്ടുകൊടുക്കുകയും ചെയ്ത അമ്മേ, ആ പുത്രനെ പ്രസവിച്ചിട്ട് ആ പുത്രന് 33-ാമത്തെ വയസ്സിൽ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ വിഷമുണ്ടായോ മാതാവേ? വിഷമുണ്ടായില്ലല്ലോ. എന്താ കാരണം? ദൈവം തന്നതാണ്. തന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ, തന്റെ മകൻ ജീവിച്ചിരിക്കുമ്പോ മരണപ്പെട്ടില്ലേ ഔസപിതാവ്? വിധവയായില്ലേ? മാതാവ് നിരാശപ്പെട്ടോ? കാരണം എന്താണ്? ശക്തനായവൻ എന്റെ കൂടെയുണ്ട്. ഈ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് ധൈര്യം പകരട്ടെ.